ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. വികസിത ഭാരതം ലക്ഷ്യമിട്ടുള്ള 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. യുവശക്തിക്ക് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്ന് ധനമന്ത്രി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ. ധനക്കമ്മി 4.5% കുറയ്ക്കും. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. ഖാദി, കൈത്തറി മേഖലയ്ക്കായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിന് 10,000 കോടി രൂപയുടെ ദൌത്യത്തിന് രൂപം നൽകും. പ്രമേഹം, ക്യാൻസർ അടക്കമുള്ള മരുന്നുകളുടെ തീരുവ ഒഴിവാക്കി. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്ന ബജറ്റാണിതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വാർത്തകൾ വിശദമായി. യുവശക്തിക്ക് പ്രത്യേക പ്രാധാന്യം നൽകി 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. വളരുന്ന സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ നടന്നെടുക്കുകയാണെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞു. സുസ്ഥിര വളർച്ച, സാമ്പത്തിക അച്ചടക്കം, പണപ്പെരുപ്പം നിയന്ത്രിക്കൽ എന്നിവയ്ക്കാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങളിൽ പ്രാധാന്യം നൽകിയത്. ഇതിന്റെ നേട്ടം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കരുത്ത് പകരുന്നതായും ശ്രീമതി സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. ദീർഘകാല മാറ്റങ്ങൾക്ക് മാർഗമൊരുക്കുന്ന തരം ഘടനാ പരിഷ്കരണങ്ങളും കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പാക്കി. സ്വയം പര്യാപ്തതയിലൂന്നി നിക്ഷേപത്തിനും നിർമ്മാണശേഷി വികസനത്തിനും പ്രോത്സാഹനം നൽകിയത് ഇറക്കുമതിയിലെ ആശ്രയത്വം കുറയ്ക്കുന്നതിന് കാരണമായി. ഈ പരിഷ്കരണങ്ങൾ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും ജനങ്ങൾക്ക് സാർവത്രിക സേവനങ്ങൾ ഉറപ്പാക്കുന്നതിനും സഹായിച്ചതായി ശ്രീമതി സീതാരാമൻ പറഞ്ഞു. പാവപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പിന്തുണയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി അറിയിച്ചു. സാമ്പത്തിക വളർച്ചയുടെ നേട്ടം കർഷകർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, ദരിദ്ര വിഭാഗങ്ങൾ എന്നിവരിലേക്ക് എത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. 3 കർത്തവ്യങ്ങൾ ഊന്നിപ്പറഞ്ഞുള്ള ബജറ്റാണ് ധനമന്ത്രി ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഉൽപാദനക്ഷമത, ആഗോള അസ്ഥിരതകളെ ചെറുക്കാനുള്ള കഴിവ് എന്നിവ വർദ്ധിപ്പിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ആദ്യ കർത്തവ്യം. ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുക, എല്ലാവരുടെയും ഒപ്പം എല്ലാവർക്കും വികസനം എന്നിവയാണ് മറ്റ് 2 കർത്തവ്യങ്ങൾ. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക ഉൽപാദനക്ഷമതയ്ക്കും സാർവത്രിക സേവനങ്ങൾക്കും പിന്തുണ നൽകുന്ന പരിഷ്കാരങ്ങൾ സർക്കാർ നടപ്പിലാക്കിയതായും ധനമന്ത്രി പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ 7% എന്ന ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിക്കാൻ രാജ്യത്തിനായെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. We are inspired by 3 kartavya. Our first kartavya is to accelerate and sustain economic growth by enhancing productivity and competitiveness and building resilience to volatile global dynamics. Our second kartavya is to fulfill aspirations of our people and build their capacity, making them strong partners in India's path to prosperity. Our third kartavya, aligned with our vision of Sabka Saath, Sabka Vikas, is to ensure that every family, community, region and sector has access to resources, amenities and opportunities for meaningful participation. കാർഷിക ഭക്ഷ്യ സംസ്കരണ രംഗത്ത് ഒട്ടേറെ സുപ്രധാന പ്രഖ്യാപനങ്ങളും ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ളവയാണ് ഇവയിൽ അധികവും. വിശദാംശങ്ങളിലേക്ക്. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യശൃംഖല ശക്തിപ്പെടുത്തും. മത്സ്യ കർഷക ഉൽപാദക സംഘടനകൾ, സ്റ്റാർട്ടപ്പുകൾ, വനിതാ സംഘങ്ങൾ എന്നിവയിലൂടെ വിപണി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും. 500 ജലസംഭരണികളുടെയും അമൃത് സരോവറുകളുടെയും സംയോജിത വികസനം ഉറപ്പാക്കും. മൃഗസംരക്ഷണ മേഖലയിലെ സംരംഭകത്വ വികസനത്തിനായി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, ആധുനികവൽക്കരണം എന്നിവ നടപ്പിലാക്കും. ബദാം, വാൽനട്ട്, പൈൻനട്ട്, ചന്ദനം, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ ഉയർന്ന മൂല്യമുള്ള വിളകളെ പ്രോത്സാഹിപ്പിക്കും. നാളികേര മേഖലയ്ക്കായി പ്രോത്സാഹന പദ്ധതി നടപ്പിലാക്കും. പഴയ
പഴയതും ഉൽപാദനക്ഷമമല്ലാത്തതുമായ തെങ്ങുകൾ മാറ്റി മെച്ചപ്പെട്ടവ നട്ടുപിടിപ്പിക്കുന്നതിനുൾപ്പെടെ സഹായം നൽകും. ചന്ദന കൃഷിയും വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണവും ഏകോപിപ്പിക്കുന്നതിനും വികസിപ്പിക്കുന്നതിനും സംസ്ഥാന സർക്കാരുകളുമായി സഹകരിക്കും. കാർഷിക വിജ്ഞാന മേഖലയിൽ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി ടൂളായി ഭാരത് വിസ്താർ എന്ന പേരിൽ സംവിധാനം സജ്ജമാക്കും. കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മികച്ച തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇത് കർഷകരെ സഹായിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. ഇതിനായി ബയോഫാർമ ശക്തി എന്ന പേരിൽ 5 വർഷത്തേക്ക് പ്രത്യേക ദൌത്യം നടപ്പാക്കും. 10,000 കോടി രൂപ ഇതിനായി വിനിയോഗിക്കും. ഫാർമസ്യൂട്ടിക്കൽ വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമായി 3 ദേശീയ സ്ഥാപനങ്ങൾ സജ്ജമാക്കും. നിലവിലുള്ള 7 സ്ഥാപനങ്ങളെ മെച്ചപ്പെടുത്തുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വസ്ത്രമേഖലയ്ക്കായി സംയോജിത പദ്ധതി നടപ്പിലാക്കും. ദേശീയ ഫൈബർ പദ്ധതി, ടെക്സ്റ്റൈൽ വിപുലീകരണ തൊഴിൽ പദ്ധതി എന്നിവ ഉൾപ്പെടെ 5 ഉപവിഭാഗങ്ങൾ ഇതിലുണ്ടാകും. ഖാദി, കൈത്തറി, കരകൌശല മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിക്കും. I propose to launch the Mahatma Gandhi Gram Swaraj initiative to strengthen khadi, handloom and handicrafts. This will help in global market linkage and branding. It will streamline and support training, skilling, quality of process and production. നെയ്ത്തുകാർക്കും ഗ്രാമീണ വ്യവസായങ്ങൾക്കും ഇത് ഗുണം ചെയ്യും. സ്പോർട്സ് ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിനായി സമർപ്പിത സംരംഭം ആരംഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു. 2026 ഏപ്രിൽ മുതൽ പുതിയ ആദായ നികുതി നിയമം രാജ്യത്ത് നിലവിൽ വരും. ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നിയമം നിലവിൽ വരുന്നത്. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ലെന്ന് നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കി. പുതുതായി നിലവിൽ വരുന്ന നിയമം ആദായ നികുതി ഫയലിംഗ് ആയാസരഹിതമാക്കും. വരുമാനത്തെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ കടുത്ത ശിക്ഷയാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. വിദേശ സ്വത്ത് വെളിപ്പെടുത്താൻ 6 മാസമാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ചെറിയ നികുതി വെട്ടിപ്പുകൾക്ക് പിഴ മാത്രമാണ് ശിക്ഷ. ജൂലൈ 31 വരെ ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കും. പരിശോധനയ്ക്ക് ശേഷവും റിട്ടേൺ വിവരങ്ങൾ പുതുക്കാം. പരോക്ഷ നികുതിയിൽ ഗണ്യമായ മാറ്റങ്ങൾ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചു. മെഡിക്കൽ വിദ്യാഭ്യാസത്തിനുള്ള TCS 5% നിന്നും 2% കുറച്ചു. വിദേശയാത്രയുടെ TCS 5 നിന്ന് 2% വാഹന അപകട നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഒഴിവാക്കി. അർബുദ രോഗികൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ക്യാൻസർ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ചു. അർബുദ ചികിത്സയ്ക്കുള്ള 17 മരുന്നുകളുടെ തീരുവയാണ് കുറച്ചത്. 2026-27 36.5 ലക്ഷം കോടി രൂപയുടെ വായ്പായേതര വരുമാനവും 53.5 ലക്ഷം കോടി രൂപയുടെ മൊത്തം ചെലവുകളുമാണ് ബജറ്റിൽ കണക്കാക്കുന്നത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ 34 ലക്ഷം കോടി രൂപയുടെ നികുതിയേതര വരുമാനം ഉണ്ടാകുമെന്നും ബജറ്റിൽ വ്യക്തമാക്കുന്നു. 49.6 ലക്ഷം കോടിയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൊത്തം ചെലവ് പ്രതീക്ഷിക്കുന്നത്. ധനക്കമ്മി നേരിടുന്നതിനായി ഡേറ്റ സെക്യൂരിറ്റികളിൽ നിന്നും 11.7 ലക്ഷം കോടി രൂപ കണ്ടെത്തുമെന്നും ധനമന്ത്രി അറിയിച്ചു. ധനക്കമ്മി 4.5% കുറയ്ക്കുമെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ഇന്ത്യയുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള റോഡ് മാപ്പാണ് ഇന്ന് അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ ബജറ്റിൽ പ്രതിഫലിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. किसी भी देश की सबसे बड़ी पूंजी उसके नागरिक होते हैं. यह युवा शक्ति बजट है. उसमें युवा की सोच भी है, युवा के सपने भी हैं, युवा का संकल्प भी है और साथ साथ युवा की गति भी है. ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയും തിരുത്തൽ വരുത്താൻ വിസമ്മതിക്കുകയും ചെയ്ത ബജറ്റാണ് ധനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. ഉൽപാദനം കുറയുന്നതും നിക്ഷേപകർ മൂലധനം പിൻവലിക്കുന്നതും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളും ബജറ്റ് അവഗണിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം ലക്ഷ്യമിട്ടുള്ള 2026-27 കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. യുവശക്തിക്ക് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശക്തമായ പിന്തുണ നൽകുമെന്ന് ധനമന്ത്രി. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക നിർദ്ദേശങ്ങൾ. ധനക്കമ്മി 4.5% കുറയ്ക്കും. കേരളം, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ അപൂർവ ധാതു ഇടനാഴികൾ സജ്ജമാക്കും. ഖാദി, കൈത്തറി മേഖലയ്ക്കായി മഹാത്മാഗാന്ധി ഗ്രാം സ്വരാജ് എന്ന പേരിൽ പുതിയ സംരംഭം.
ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റുന്നതിന് 10,000 കോടി രൂപയുടെ ദൌത്യത്തിന് രൂപം നൽകും. പ്രമേഹം, ക്യാൻസർ അടക്കമുള്ള മരുന്നുകളുടെ തീരുവ ഒഴിവാക്കി. ആദായ നികുതി സ്ലാബുകളിൽ മാറ്റമില്ല. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നീ ലക്ഷ്യങ്ങളിലേക്കുള്ള മാർഗരേഖയാണ് കേന്ദ്ര ബജറ്റെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ യഥാർത്ഥ പ്രതിസന്ധികൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്ന ബജറ്റാണിതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 4-ന്.